ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവരാ രാധിക വെള്ളച്ചാട്ടത്തിൽ വീഴാനുള്ള കാരണം. എന്തുകൊണ്ട് പ്രിയങ്ക അന്ന് മാത്രം ഷൂട്ടിംഗ് കാണാൻ പോയി? എന്തിനു പ്രിയങ്ക അവർക്ക് രണ്ടുപേർക്കും പണം കൊടുത്തു? അതിനുള്ള ഉത്തരം തിരുമേനി പറയണം. നിരപരാധിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മകൾ പണം കൊടുത്ത ആളുകളെ സ്വാധീനിച്ച് ബോധപൂർവം അപകടം ഉണ്ടാക്കുകയായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാ തിരുമേനിക്ക് തരേണ്ടത്? ഒന്നും വേണ്ട സാർ, ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല, തിരിച്ചു പോയിക്കോളും. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്കെന്റെ മോളെ, അല്ല ആ കുറ്റവാളി ഒന്ന് കാണണം. അതിന് സാറിന്റെ അനുവദിക്കണം. അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛാ, എന്നെ കൊണ്ടുവന്ന് സമ്മതിച്ചോ? വിടാന്ന് പറഞ്ഞു സിഐ വിട്ടാലും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അപ്പൊ പിന്നെ നീ അന്ന് ഷൂട്ടിങ്ങിന് പോയത് എന്തിനാ? അവിടെയുള്ള രണ്ടുപേർക്ക് നീ പണം കൊടുത്തത് എന്തിനാ? പറയടി, എന്തിനായിരുന്നു നീ അവർക്ക് പണം കൊടുത്തത്? രാധിക മോളെ ചതിച്ചവർക്ക് നീ പണം കൊടുത്തത് എന്തിനായിരുന്നു? അതമ്മേ. വേണ്ട, ഇനി ഒന്നും നീ പറയണ്ട. നിന്റെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരത പാടില്ല. എന്തിനാ നീ രാധികയെ മാത്രം കൊല്ലാൻ ആഗ്രഹിച്ചത്? ഞങ്ങളുണ്ടായിരുന്നല്ലോ ബാക്കി. ഞങ്ങളും നിന്റെ യോഗ്യതയ്ക്ക് ചേരാത്തവരല്ലേ? എല്ലാവരും ഒന്നിച്ചങ്ങ് കൊല്ലാമായിരുന്നില്ലേ? ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിനെ ബഹുമാനത്തോടെ അല്ലാതെ ഇത്രയും കാലം ആളുകൾ നോക്കി കണ്ടിട്ടില്ല. പക്ഷെ അതില്ലാണ്ടാക്കിയല്ലോ നീ. ഇനി എന്തൊക്കെ അനുഭവിക്കണം ഞങ്ങള്? യശോദേ, നമുക്ക് പോവാം. ഇനി ഇവളുടെ കാര്യം നിയമവും കോടതിയൊക്കെ തീരുമാനിക്കട്ടെ. ഇതിന്റെ പേരില് ഇവള് ജയിലിൽ പോയാലും, എന്തിന് ഇവളെ തൂക്കിക്കൊന്നാ പോലും ദേവനാരായണൻ തിരുമേനിയോ അയാളുടെ കുടുംബോ ഇവളെ തേടി വരില്ല. ചത്തുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു. വായശോദേ, എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്?